ഇൻഡെഫിനിറ്റിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നം, നിങ്ങൾക്ക് കുറേ ഫോർമുല അറിയാം, ക്വസ്റ്റ്യൻ ഒന്നും ഡയറക്റ്റ് ആ ഫോർമുല ആയിരിക്കില്ല. അപ്പം നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരും. ക്വസ്റ്റ് ചെയ്യുന്ന പോലെ എല്ലായിടത്തും ക്വസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് നിങ്ങളതുകൊണ്ട് ടഫ് എന്ന് പറയും. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ശേഖരിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട മോഡലല്ലേ, sin 2x വരെ എന്തെഴുതും? 2 sin x cos x എഴുതും. 2 sin x cos x. sin 2 cos വരും. 2 cosൻ്റെ ഇൻ്റഗ്രൽ 2 sin x പ്ലസ് സി കിട്ടും. 2 sin x പ്ലസ് സി എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. തന്നെ അടുത്ത ക്വസ്റ്റ്യൻ log x-ന് t എന്ന് കൊടുത്താൽ മതി. ടു ദ ബേസ് t ആട്ടോ, അവരത് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. t is equal to log x to the base t വരും. ഈ പുറത്തേക്ക് വന്നാൽ e raised to t is equal to x. അപ്പോൾ ഡിഫറൻസിയേഷൻ നടത്തിയാൽ e raised to t dt is equal to dx എന്ന് വരും. Hello my dear students, welcome to Professor PC Thomas classes and Chaitanya classes. KEAM 2025 PYQ ഡിസ്കഷനിൽ നമ്മളൊന്ന് മാത്തമാറ്റിക്സിൽ ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറേ അധികം ക്വസ്റ്റ്യൻസ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് 2026 ഈ വർഷം കീം എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് CBSE സ്റ്റുഡൻസിന് മാർച്ച് 13-നും സ്റ്റേറ്റ് സിലബസുകാർക്ക് മാർച്ച് 18-നുമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. മാർച്ചിൽ നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞ് കീം എക്സാമിന് ഒരു കുറച്ച് സമയം കിട്ടുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് നമ്മൾ 11th 12th പഠിച്ച കംപ്ലീറ്റ് പോർഷൻ കവർ ചെയ്യും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് വീതം എടുത്ത് അതിൻ്റെ തിയറി ബ്രീഫ് ചെയ്ത് അതിനാവശ്യമുള്ള ഫോർമുലാസൊക്കെ തന്ന് പ്രീവിയസ് ഇയറിൽ കീമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് അതാ ദിവസം എല്ലാ ദിവസവും ആ ടോപ്പിക്ക് ബേസ് ചെയ്ത് മോക്ക് എക്സാം കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ പോർഷൻ തീർന്നു കഴിയുമ്പോൾ അവസാനം കീം എക്സാമിന് മുൻപായിട്ട് നമ്മളിവിടെ ഒരു കീം മോഡൽ കംപ്ലീറ്റ് ടോപ്പിക്കിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്കിൻ്റെ മോഡൽ എക്സാമും കണ്ടക്ട് ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളെ കീമിനൊന്ന് റെഡിയാക്കി എടുക്കും. അതാണ് ക്രാഷ് കോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ 11th 12th സ്കൂളിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴോ ബോർഡ് എക്സാമിനോ അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും ചാപ്റ്റർ വൈസ്, സബ്ജക്റ്റ് വൈസ് തിയറി കണ്ടൻറ്റൊക്കെ പറഞ്ഞ്, മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ തിയറി പറഞ്ഞ് NCERTയിലെ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് വർക്കൗട്ട് ചെയ്തതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നോക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മാത്സ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഡെപ്തിലേക്ക് പോയിട്ടില്ല, JEE ലെവലിലേക്കൊന്നും പോയിട്ടില്ല. NCERT പ്ലസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. JEE ലെവൽ പ്രിപ്പറേഷൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് NCERT കാര്യങ്ങൾ പഠിക്കാനോ സ്കൂളിലെ ബോർഡ് എക്സാമിനൊക്കെ നിങ്ങളെ സഹായിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വന്നാൽ ഈ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്ക് JEE ലെവലിൽ കാര്യമായ ഇമ്പോർട്ടൻസ് ഇല്ല. അവരങ്ങനെ കാര്യമായ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അവർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രൽസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. പക്ഷെ കീമിന് അങ്ങനെയല്ല. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് വന്നു ഇൻഡെഫിനിറ്റിൽ നിന്ന് മാത്രം 30ഓളം ക്വസ്റ്റ്യൻസ് വന്നു. ഒത്തിരി ടഫൊന്നും അല്ല. പിന്നെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് ടഫാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. NCERT ലെവലിലൊക്കെ തന്നെ ഉള്ളൂ. ഒരു എക്സാമിന് 5 ക്വസ്റ്റ്യൻ വീതം വന്നിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 2x² + 4x + 3 / x² + x + 1. ഇതെങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്തും?
എങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്തുമെന്ന് ചോദിച്ചാൽ ഈ കോഷ്യൻ്റ് ഫോം ഇവിടുന്ന് മാറ്റണം. കോഷ്യൻ്റ് ഫോം മാറ്റണമെങ്കിൽ രണ്ടും ഒരേ ഡിഗ്രിയാണ്, അപ്പോൾ ഇംപ്രോപ്പറാണ്, ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമയം കുറേ നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഡിനോമിനേറ്റർ പോലെ തന്നെ ന്യൂമറേറ്ററിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ ന്യൂമറേറ്റർ ഞാൻ ഇങ്ങനെ എഴുതുവാണ്: എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 dx. ശരിയായോ? എക്സ് സ്ക്വയർ അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് 1 വരും. അതിൽ നല്ലത് അല്ല, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കൊണ്ടുവരുവാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ 2x പ്ലസ് 1 എന്ന് കിട്ടും. 2x പ്ലസ് 1 എന്ന് കിട്ടണമെങ്കിൽ ഈ ഫോമിൽ എഴുതിയാൽ ശരിയാവില്ല. ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരത്തക്ക രീതിയിൽ നോക്കാം. നമുക്ക് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് പ്ലസ് 1 അങ്ങനെ കിടക്കട്ടെ. ന്യൂമറേറ്ററിലാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ന്യൂമറേറ്ററിനെ ഞാൻ ഇപ്പോൾ 2x, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, അപ്പോൾ 2x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വരിക 2x പ്ലസ് 1 എന്നല്ലേ. അപ്പോൾ 2x പ്ലസ് 1 ന്യൂമറേറ്ററിൽ കൊണ്ടുവരാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. 2x പ്ലസ് 1 അവിടെ ഇട്ടു. അതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കിട്ടിയല്ലോ. ഇനി അത് ബാക്കിയുള്ള ടൈം കിട്ടണമെങ്കിൽ ഒരു 2x സ്ക്വയർ വേണം, പിന്നെ ഒരു 2x വേണം, പിന്നെ ഒരു 2 വേണം. ഓക്കെ അല്ലേ നോക്കി? അതായത് ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 1 എഴുതി. പിന്നെ ഇവിടെ വേണ്ടത് 2x സ്ക്വയർ വേണം, അത് എഴുതിയിട്ടുണ്ട്. 4x വേണം, 2x ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു 2x ഇവിടെ എഴുതിയപ്പോൾ 4x ആയി. പ്ലസ് 3 വേണം, 1 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ ഓഫ് 2x പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 dx പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ബൈ ദിസ് എഴുതുമ്പോൾ ഞാൻ 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 dx. ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ദിസ് 2 ആർ ക്യാൻസൽഡ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ നമുക്കിതിനെ ലോഗ് ഓഫ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. പ്ലസ് ഇത് കട്ട് ചെയ്ത് പോയി ഇൻ്റഗ്രൽ 2 വരും, 2x പ്ലസ് c. ഇപ്പോൾ ഏത് ഓപ്ഷൻ കിട്ടും? ഫോർത്ത് ഓപ്ഷൻ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങളിത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയാണ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കൊണ്ടുവരാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. ഇത് ഡയറക്റ്റ് അല്ലേ, അതായത് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു n ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് സി എന്ന് എഴുതാം. അതായത് ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു n ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്, അപ്പോൾ എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്, 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി എന്ന് കൊടുക്കാം, സൈൻ ഇൻവേഴ്സിന് പകരം ടി എന്ന് കൊടുക്കാം, അതും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ഈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ നീക്കിയിട്ടാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഒരു ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ്, അപ്പോൾ ഫംഗ്ഷൻ റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 എന്ന് അപ്ലൈ ചെയ്താൽ ആൻസറിലേക്ക് എത്തുന്നു. രണ്ടും ഒരേ രീതി കൺസെപ്റ്റ് തന്നെയാണ്. അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. ഇവിടെ പുറത്ത് എക്സ് റൈസ് ടു 7 കണക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് ടി കൊടുത്താൽ മതി. ഏത്? ടി ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 8 പ്ലസ് 1. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 8x റൈസ് ടു 7 dx വരും ഡെറിവേറ്റീവ്.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓഫ് ഇത് t⁻⁻³ വരും. അല്ല, ഇത് t⁻⁻³ x⁻⁷ ഇൻറ്റു dx. ഈ 8 താഴേക്ക് കൊണ്ടുവന്നാൽ മതി. x⁻⁷ ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ dt/8 എന്ന് വരും. x⁻⁷ ഇൻറ്റു dx dt/8 എന്ന് വരും. സോ 1/8 ഇൻറ്റു t⁻⁻³ ഇൻ്റഗ്രൽ t⁻⁻³ പ്ലസ് 1. അപ്പോൾ t⁻⁴/1/4 പ്ലസ് t എന്ന് വരും അല്ലേ. x⁻n+1/n+1 ഇപ്പോൾ t⁻1/4 എന്ന് കിട്ടും. ദെൻ ഇത് കട്ട് ചെയ്ത് പോയിട്ട് 1/2 വരും. t എന്ന് പറയുന്നതാണ് ഏത് x+8+1 ആണ്. the⁻1/4 പ്ലസ് c. ഓക്കെ, ഈ 8ഉം 4ഉം കട്ട് ചെയ്ത് പോയി 1/2 കിട്ടും. ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. പുറത്ത് x⁻⁷ കിടക്കുമ്പോൾ മനസ്സിലാവും, അതിനകത്തുള്ളതിന് t കൊടുത്താൽ മതി. x⁻⁸ ഡിഫറൻസിയേഷൻ വന്നു. അടുത്തത് ഇത് 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ കിടക്കുന്നതിന് t കൊടുത്താൽ മതി, അതിൻ്റെ ഡെറിവേറ്റീവ് ആയി വന്നേക്കണത് കംപ്ലീറ്റ്. അപ്പോൾ t = കോസ് വേണ്ട, ബാക്കിയുള്ളത്. കാരണം കോസിനോടെ കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് സൈൻ അവിടെ ഇല്ലല്ലോ. ആ ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് പകരം നമ്മൾ t എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ബാക്കി കിടക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇൻ്റഗ്രൽ കോസ് t എന്ന് വരും. ഇതിന് കംപ്ലീറ്റ് t കൊടുത്തു. ബാക്കിയുള്ള ഇത്രയും പോർഷൻ എന്ത് സംഭവിക്കുമെന്ന് നോക്കാൻ ഡിഫറൻസിയേഷൻ നടത്തുക. e⁻x ഇൻറ്റു 2x - 2 വരും, പ്ലസ് x² - 2x ഇൻറ്റു e⁻x വരും. പ്രോഡക്റ്റുള്ള അപ്ലൈ ഉണ്ടേ വേണ്ടേ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു e⁻x കോമൺ ആയിട്ട് എടുത്താൽ dx 2x - 2. ഈ 2xും ഈ -2xും കട്ടായി പോയിട്ട് x² - 2 ഇൻറ്റു dx വരും. അതാണ് ഇവിടെ ബാക്കി കിടക്കുന്നത്. e⁻x ഇൻറ്റു x² - 2 dx. അപ്പോൾ അതിന് പകരം dt കൊടുത്തു. കോസ് ടിയുടെ ഇൻ്റഗ്രൽ എന്ത് വരും? സൈൻ t വരും. പ്ലസ് c എന്ന് കൊടുക്കാം. ടിക്ക് പകരം വാല്യൂ കൊടുക്കാം. ഏതാണ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഓപ്ഷൻ വരിക? നമ്മൾ e⁻x മാറിപ്പോവരുതേ. x² - 2x ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ. ചെറിയ വ്യത്യാസമുള്ളൂ. പെട്ടെന്ന് ചെയ്യുമ്പോഴേ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ മാറിപ്പോവരുത് ചെയ്യുക ആൻസർ ഓപ്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ. ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ ന്യൂമറേറ്റർ x⁻⁴ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് ചെയ്യാം. അതല്ലെങ്കിൽ ഈ x⁻⁴ ഔട്ട്സൈഡ് എടുക്കുക. അതാണ് സാധാരണ ചെയ്യാറ്. ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന ഹയസ്റ്റ് പവർ ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ x⁻⁴ നിങ്ങൾ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എങ്ങനെയാവും? ഇൻ്റഗ്രൽ x⁵ ഇൻറ്റു 1/x⁴ പ്ലസ് 1 dx എന്നാവും. ഈ x⁵ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ x കിട്ടും. അല്ല, x⁻, ഇത് x⁴ ഔട്ട്സൈഡ് എടുക്കുന്നു. സോറി. അപ്പോൾ x⁻⁴ തന്നെ അകത്തേക്ക് മൾട്ടിപ്ലൈ, x അവിടെ കിടന്നോട്ടെ. x⁻⁴ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആയി പോകും. ഇത് x⁻⁴ എന്നും കിട്ടും. ഇനി ഈ പുറത്ത് വരുന്നതിന് t എന്ന് കൊടുത്താൽ മതി. t = 1/x⁻⁴ പ്ലസ് 1. അപ്പോൾ dt കിട്ടും. x⁻⁻4 എന്ന് വരും. അപ്പോൾ -4 ഇൻറ്റു x⁻⁻5 dx എന്ന് വരും. n ഇൻറ്റു x⁻⁻. ഇത് താഴേക്ക് വന്നാൽ dt/-4 = dx/x⁻⁵ വരും. കണ്ടോ? അപ്പോൾ 1/t വരും. ഇതിന് t കൊടുത്തു. dx/x⁻⁵ പകരം dt/-4 കൊടുത്തു. which is equal to -1/4 into log t plus c എന്ന് വരും. 1/tയുടെ ഇൻ്റഗ്രൽ log tക്ക് പകരം വാല്യൂ കൊടുത്താൽ -1/4 into log mod t എന്താണ്? 1/x⁻⁴ പ്ലസ് 1 പ്ലസ് c വരും. ഒരു പ്രശ്നമുള്ളത് മൈനസ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഓപ്ഷനിൽ. കുഴപ്പമില്ല, നമുക്ക് ഒരു ചെറിയ മാറ്റം വരുത്തിയാലോ. -1/4 into log
ഇത് LCM കണ്ടു കഴിഞ്ഞാൽ 1+x⁴/x⁴ വരില്ല, നേരെ തിരിച്ചിട്ടോ. x⁴ by 1+x⁴ (−1 + c) കിട്ടും. ഈ x⁴ അങ്ങോട്ട് പോയാൽ 1+x⁴ by x⁴ നേരെ തിരിച്ചിടുന്നു, (−1). ആ മൈനസ് ഇവിടെ വരുമ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഓപ്ഷൻ മാർക്ക് ചെയ്യാലോ. ആ മൈനസ് ഇവിടെ പ്ലസ് ആയി. 1/4 × log mod x⁴ പ്ലസ് log mod x⁴ by 1+x⁴ പ്ലസ് c കിട്ടും. ഫിഫ്ത്ത് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസി അല്ലേ. ന്യൂമറേറ്ററിൽ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ട്രിഗണോമെട്രി 2 sin 2θ × cos 2θ by sin 2θ വരും. ഇതും കട്ട് ചെയ്ത് പോകും. 2 × കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? sin 2θ by 2 + c വരും. 2 കട്ടായി പോയിട്ട് sin 2θ + c. ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. ഓക്കെ. ഇൻഡെഫിനിറ്റിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നം, നിങ്ങൾക്ക് കുറേ ഫോർമുല അറിയാം, ക്വസ്റ്റ്യൻ ഒന്നും ഡയറക്റ്റ് ആ ഫോർമുല ആയിരിക്കില്ല. അപ്പം നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയല്ല അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അതുകൊണ്ട് ടഫ് എന്ന് പറയും. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ സീക്ക് സ്ക്വയർ. സീക്ക് സ്ക്വയറിന് ഫോർമുല ഉണ്ട്. അപ്പോൾ ഇതിന് പകരം ടി കൊടുത്താലോ നമുക്ക്? t = √2x + 5 എന്ന് കൊടുത്താലോ? അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ടി എന്ന് വരില്ലേ? സീക്ക് സ്ക്വയർ ടിക്ക് ഇൻ്റഗ്രൽ ഉണ്ട് tan t. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തിയാലോ? 1/2 √2x + 5 × 2 dx വരും. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 √2 വരും. പിന്നെ ബ്രാക്കറ്റ് റൂട്ടിനകത്ത് വരുന്ന 2x + 5 × 2 വരും. 2 കട്ടായി പോയി. 1/√2x + 5 dx പകരം dt കൊടുത്തു. × dt വരും. സീക്ക് സ്ക്വയർ ടിയുടെ ഇൻ്റഗ്രൽ tan t വരും പ്ലസ് c വരും. ടിക്ക് പകരം നമുക്ക് 2 ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ c കിട്ടും ഡയറക്റ്റ്. സീക്ക് സ്ക്വയർ ഒക്കെ കാണുമ്പോൾ അറിയാം, അതിനെ ഇനി മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ഡൗട്ട് നിങ്ങൾ പറയുന്നത് ഏതിനാണ് ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഏതിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ സ്മൂത്തായിട്ട് നടത്താൻ പറ്റണം. 2, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ടൈമിൻ്റെ ഡെറിവേറ്റീവ് അതിനകത്ത് വേണം, ആ dxനൊപ്പം വേണം, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. അപ്പം ഞാനിവിടെ സീക്ക് സ്ക്വയറിന് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ സീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എനിക്കറിയാം. √2x + 5 t കൊടുക്കുമ്പോൾ സീക്ക് സ്ക്വയർ ടി വരും, അതെനിക്ക് ഇൻ്റഗ്രേഷൻ നടത്താൻ പറ്റും. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ആ √2x + 5 ഡെറിവേറ്റീവ് അവിടെ ഉണ്ടോ? ചെക്ക് ചെയ്തപ്പോൾ അതും കിട്ടി. ദെൻ മുന്നോട്ട് പോകും. ത്രൂ x/5 - x² dx. ഡിനോമിനേറ്ററിന് ടി കൊടുത്താൽ മതിയല്ലോ, അതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വേണമെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു -2 കൊണ്ട് ഡിവൈഡും ചെയ്തു. ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. നിങ്ങളിങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടില്ലേ? f'(x/f(x) dx. ഇതിൻ്റെ ഇൻ്റഗ്രൽ ലോഗരിതം എന്ന് വരും. ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ log of എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എഴുതി വെച്ചാൽ മതി. അപ്പോൾ 5 - x² ഡെറിവേറ്റീവ് -2x ഉണ്ട്. -2 ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ -1/2 × log of the denominator എന്നെഴുതി. -1/2 × log of the denominator എന്നെഴുതി. ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഉണ്ടല്ലോ. ഫോർത്ത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കണേ, ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു e⁻x കൊണ്ട് കംപ്ലീറ്റ് അങ്ങ് ഡിവൈഡ് ചെയ്താലോ? അല്ലേ? അല്ലെങ്കിൽ വേണ്ട. ഈ e⁻x വന്നേക്കണല്ലേ പ്രശ്നം, അതിനെ 1/() എന്നാക്കി നോക്കാം. അപ്പം e⁻x / 1/(e⁻x + 3e⁻x dx. ഇത് ന്യൂമറേറ്ററിലേക്ക് പോയാൽ e⁻2x / 1 + 3e⁻2x dx. ഓക്കെ. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും?
ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ടി സീക്കൽ ടു 1 + 3 e⁻² x എന്ന് കൊടുത്താൽ ഡി ടി എന്ന് പറയുന്നത് 1ൻ്റെ 0 വന്നു കേട്ടോ. 3 × e⁻²x e⁻²x × 2dx വരും. അപ്പോൾ ഒരു 6 ന്യൂമറേറ്ററിൽ വന്നാൽ പോരെ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു 6 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യാം, ഒരു 6 കൊണ്ട് ഡിവൈഡും ചെയ്യാം, അല്ലെങ്കിൽ ടി എന്ന് കൊടുത്ത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1/6 × ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നു. ഇപ്പോൾ log of എന്ന് പറഞ്ഞാൽ എഴുതിക്കോളൂ, 1 + 3 e⁻²x + c. പിന്നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡിനോമിനേറ്ററിന് ടി കൊടുത്തു, എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ലേ? കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ സാധാരണ ചെയ്യുന്നതാ x⁻6 വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഔട്ട് സൈഡ് എടുക്കാം, അല്ലെങ്കിൽ അതേ ഫോമിൽ തന്നെ ഇവിടെ കിടപ്പുണ്ടല്ലേ, റൈറ്റ് സൈഡ് ഇതേ ഫോമിൽ തന്നെ കിടപ്പുണ്ട്. എന്നാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, ഇതിന് മാത്രം ടി കൊടുക്കുക. ഏത്? ടി സീക്കൽ ടു 1/x⁻6 + 1ന് പകരം ടി കൊടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി? ഇൻ്റഗ്രൽ 1/t⁻²/3 എന്ന് വരും. ഇതിന് പകരം ടി കൊടുക്കും. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി ടി എന്ന് പറയുന്നത് x⁻6 ന്യൂമറേറ്ററിലേക്ക് പോയി x⁻−6 വരും. അപ്പോൾ അത് -6 × x⁻⁻6 -7 dx എന്ന് വരും അല്ലേ. x⁻−6 എന്ന് വെച്ചാൽ -6 × x⁻−6 -7 വരും. അപ്പോൾ ഡി ടി (-6) എന്ന് പറഞ്ഞാൽ 1/x⁻7 dx വരും. ഇപ്പോൾ ഓക്കെ അല്ലേ? നോക്കി, 1/x⁻7 dx എവിടെയുണ്ട്? 1/x⁻7 dxന് പകരം ഡി ടി (-6) കൊടുത്തു, ഡി ടി (-6) കൊടുത്തു. അപ്പോൾ 1/-1/6 × ഇത് t⁻⁻²/3 കിട്ടും, t⁻⁻²/3 കിട്ടും. t⁻⁻²/3യുടെ ഇൻ്റഗ്രേഷൻ t⁻⁻²/3 + 1/-2/3 + 1 + c വരും. അപ്പോൾ -1/6 × t⁻⁻1/3 വരും. ഇത് ബൈ ഇതോ, ഇതും 1/3 വരും. ഓക്കെ, ഇതും കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 2 വരില്ലേ, + c വരും. അപ്പോൾ നമ്മുടെ ആൻസർ ആയില്ലേ? -1/2 × t എന്ന് പറയുന്നത് എന്തായിരുന്നു? ടി എന്ന് പറയുന്നതോ 1/t⁻6 സോറി ടി അല്ല, x⁻6 + 1 ⁻1/3 + c എന്ന് വരും. അവർ പി അല്ലേ ചോദിച്ചിരിക്കുന്നത്, ഇതുമായിട്ട് കമ്പയർ ചെയ്യൂ. -1/2 ഉണ്ട്, ബ്രാക്കറ്റിനകത്ത് വന്നേക്കുന്നത് കൊണ്ട്. സോ പി = 1/3 അല്ലേ വരുന്നത് അല്ലേ? പി = 1/3. തേർഡ് ഓപ്ഷൻ അല്ലേ? തെറ്റി എവിടെയെങ്കിലും? -1/3 വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലല്ലോ. x⁻1/6 n × x⁻n−1 t⁻1/3. തെറ്റി മക്കളെ, തെറ്റി. എനിക്ക് നെഗറ്റീവ് കിട്ടിട്ടോ. നോക്കിയേ, ഇതുണ്ടോ 1/, എന്ന കിടക്കണേ ഇതിനകത്ത്. അപ്പോൾ കമ്പാരിസൺ നടത്തണമെങ്കിൽ സീക്വൽ ടു എന്തെഴുതണമെന്ന് അറിയാമോ? -1/2 × 1/, എന്നാക്കണം. അപ്പോൾ 1/, എന്നാക്കുമ്പോൾ 1/x⁻6 + 1 ⁻⁻1/3 + c എന്ന് വരും. ഇതിനെ 1/, എന്നാക്കണം. 1/, ⁻⁻1 വരും. അപ്പോഴാണ്, കാരണം ഇവർ 1/, എന്നാണ് കൊടുത്തേക്കണേ. അപ്പോൾ ഈ 1/, എന്നില്ലായിരുന്നെങ്കിൽ ഓക്കെ, സി കിട്ടിയേനെ, തേർഡ് ഓപ്ഷൻ കിട്ടിയേനെ. അപ്പോൾ ഇത് തെറ്റാട്ടോ, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ എനിക്കൊരു നെഗറ്റീവ് മാർക്ക് കിട്ടി, ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഡിനോമിനേറ്ററിന് ടി കൊടുക്കുക. ടി = sec⁡x + tan⁡x. അപ്പോൾ അതിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ t⁻9 വരും. ഡെറിവേറ്റീവ് എടുത്താൽ sec⁡ × tan⁡x വരും.
ടാൻ എക്സിൻ്റെ എന്ത് വരും, സീക്ക് സ്ക്വയർ എക്സ് വരും, ഇൻറ്റു എന്ത് വരും, ഡി എക്സ് വരും. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു സീക്ക് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇട്ടിട്ട് ഡി ടി സീക്കൽ ടു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ്. കാരണം ഇതിന് ടി കൊടുത്താൽ ന്യൂമറേറ്ററിൽ പിന്നെ സീക്ക് എക്സ് ഇൻറ്റു ഡി എക്സ് മതി. അപ്പോൾ ഇതിന് പകരം വീണ്ടും ടി കൊടുക്കാം. അപ്പോൾ ടി താഴേക്ക് വരുമ്പോൾ ഡി ടി ബൈ ടി കിട്ടും. അപ്പോൾ 1/t⁻10 വരും. t⁻−10 വരും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ t⁻−9/-9 പ്ലസ് സി വരും. t⁻−10 എന്ന് വരും. t⁻−10 പ്ലസ് 1/-10 പ്ലസ് 1 വരും. അപ്പോൾ t⁻−9 തേർഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാലോ. തേർഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ, കൂടുതലും ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. ഇതും അതുപോലെ തന്നെ. ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡയറക്റ്റ് ന്യൂമറേറ്ററിലില്ലേ. 9 e⁻x-ൻ്റെ e⁻x, 4 e⁻−x-ൻ്റെ e⁻−x ഇൻറ്റു -1. അപ്പോൾ അത് കിട്ടും. ഇതിൻ്റെ ഡെറിവേറ്റീവ് അതുപോലെ തന്നെ ന്യൂമറേറ്ററിലുള്ളതുകൊണ്ട് ലോഗ് ഓഫ് ദ ഡിനോമിനേറ്റർ എഴുതി വെച്ചാൽ മതി. ലോഗ് ഓഫ് ദ ഡിനോമിനേറ്റർ. ലോഗ് ഓഫ് ദ ഡിനോമിനേറ്റർ ഫിഫ്ത്ത് ഓപ്ഷൻ. ഓപ്ഷൻ മാറിപ്പോവരുതേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. ഫിഫ്ത്ത് ഓപ്ഷൻ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അതുപോലെ തന്നെ ന്യൂമറേറ്ററിലുണ്ട്. അതുകൊണ്ട് ലോഗ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ e⁻²θ ഇൻറ്റു 2 cos² θ മൈനസ് sin 2θ. e⁻ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്, ബ്രാക്കറ്റിനകത്ത് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് എന്ന് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യാമെന്നറിയോ, ഈ 2 cos² θയ്ക്ക് പകരം 1 + cos 2θ എന്ന് വേണമെങ്കിൽ മാറ്റിയാലോ. 1 + cos 2θ ഈസ് 2 cos² θ. എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലോ. ഇൻ്റഗ്രൽ e⁻²θ ഇൻറ്റു 1 + cos 2θ dθ മൈനസ് e⁻²θ ഇൻറ്റു sin 2θ dθ. ഈ 2 cos² θയ്ക്ക് പകരം 1 + cos 2θ എന്ന് കൊടുത്തു. അപ്പോൾ രണ്ടും കോസും സൈനൊക്കെ 2θ ഒരേ ആംഗിൾ ആയല്ലോ എന്ന് വെച്ചാൽ. ഇതിനകത്ത് വേറെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റേ. ഇൻ്റഗ്രൽ ഓഫ് e⁻²θ dθ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് cos 2θ ഫസ്റ്റ് ആയിട്ട് എടുക്കാം ഇൻറ്റു e⁻²θ dθ മൈനസ് e⁻²θ sin 2θ dθ. എന്നിട്ട് ഇതിനകത്ത് പാർട്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ഇൻറ്റു, എന്നാലും മൈനസിൻ്റെ പ്രശ്നം വരും. ഫസ്റ്റ് ഇൻറ്റു ഇതിനകത്ത് പാർട്സ് അപ്ലൈ ചെയ്ത് കിട്ടും. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ e⁻²θ/2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സൈനിൻ്റെ കോസിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് sin 2θ ഇൻറ്റു 2 വരും. ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ e⁻²θ/2 വരും dθ. അപ്പോൾ ശരിയാണ്. ഈ 2 കട്ടായിപ്പോയി. അപ്പോൾ ഇവിടെ വരുന്നത് e⁻²θയുടെ ഇൻ്റഗ്രൽ വരും. അത് e⁻²θ/2 വരും. പ്ലസ് ഇതോ e⁻²θ/2 ഇൻറ്റു cos 2θ വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. e⁻²θ sin 2θ dθ വരും. മൈനസ് ഇതിങ്ങ് താഴേക്ക് ഇറക്കി എഴുതും. അതുപോലെ തന്നെ ഇറക്കി എഴുതും. അപ്പോൾ e⁻²θ sin 2θ dθ വരും. അപ്പോൾ ഇതൊന്നും കട്ടായി പോയിക്കോളും. ഓക്കെ, പ്ലസ് സി എന്ന് കിട്ടും. ഇതിനകത്ത് e⁻²θ/2 ഔട്ട്സൈഡ് എടുത്താൽ 1 + cos 2θ എന്ന് വരും. പ്ലസ് സി ഈ രണ്ട് ടേമിൽ നിന്ന് e⁻²θ/2 ഔട്ട്സൈഡ് എടുത്താൽ 1 + cos 2θ എന്ന് വരും. ദെൻ ഇനി എന്ത് സംഭവിക്കും? ഇതിന് പകരം നമുക്ക് 2 cos² θ എഴുതാം അല്ലേ. ദിസ് ഈക്വൽ ടു 2 cos² θ.
2 കട്ടായിപ്പോയി. അപ്പോൾ ഇ റൈസ് ടു 2θ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ടി. ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പാർട്സ് അപ്ലൈ ചെയ്യാന്നുള്ളൂ. ഇതിനകത്ത് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ചെയ്തപ്പോൾ കട്ട് ചെയ്ത് പോകുന്നില്ല, അതാണ് ഞാൻ പിന്നെ മാറ്റി ചെയ്യേണ്ടി വന്നത്. ഇതിനകത്ത് പാർട്സ് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. നെക്സ്റ്റ്, ഇതും ഈ റൈസ്റ്റുവിൻ്റെ ഫോം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അത് വേണ്ട, x+1/xന് പകരം t കൊടുത്താൽ മതി, പെട്ടെന്ന് കിട്ടൂലോ. x+1/xന് പകരം t കൊടുത്താൽ ഡിഫറൻസിയേഷൻ നടത്തിയാൽ dt എന്ത് വരും? 1 - 1/x² dx കിട്ടും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, 1/xൻ്റെ -1/x² വരും. ഇതൊന്ന് LCM കണ്ടാൽ എന്ത് വരും? dt = x² - 1/x² dx വരും. അപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ എന്തായി? ഇൻ്റഗ്രൽ e റൈസ് ടു t dt എന്നായില്ലേ? ഇതിന് പകരം t കൊടുത്തു, വിച്ച് ഈസ് e റൈസ് ടു t + c കിട്ടി. അപ്പോൾ e റൈസ് ടു x+1/x + c എന്ന് കിട്ടി. സെക്കൻഡ് ഓപ്ഷൻ കിട്ടി. ആ e റൈസ് ടുവിൻ്റെ ടൈമിന് t കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ലെങ്തിയാണ്, കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ഡിഫറൻസിയേഷനൊക്കെ കിട്ടുമായിരിക്കും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ dx ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം dy എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഡിഫറൻഷ്യലിൽ വരുന്ന ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു. 1/8 ഇൻറ്റു √16 + √25 + √x ഇൻറ്റു √25 + √x ഇൻറ്റു √x dx ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഇതിന് പകരം t കൊടുക്കുന്നു. t = √16 + √25 + √x. ഓക്കെ, dt = ഇതിൻ്റെ ഡെറിവേറ്റീവ്, ആദ്യം ഈ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ്, ചെയിൻ റൂൾ ശ്രദ്ധിക്കണേ. 1/2 √16 + √25 + √x 1/2 എന്ന് പറഞ്ഞ് എഴുതി, ഇൻറ്റു ഇനി ഈ വലിയ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നത് 16ൻ്റെ 0 ആയിപ്പോയി. അടുത്ത റൂട്ട് വരുമ്പോൾ വീണ്ടും 1/2 √25 + √x വരും. വീണ്ടും ഈ റൂട്ടിനകത്ത് കിടക്കുന്ന 25ൻ്റെ 0 ആയിപ്പോയി, 1/2 √x വരും, dx വരും. ശരിക്കും നിങ്ങൾ നോക്കിയേ, ഈ 2 × 2 × 2 8 കിട്ടും. അപ്പോൾ നോക്കുക 8 ഉണ്ട്. പിന്നെ ഈ ബ്രാക്കറ്റ്, ഫസ്റ്റ് ബ്രാക്കറ്റ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, സെക്കൻഡ് ബ്രാക്കറ്റ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനെ dy = dt എന്ന് എഴുതാൻ പാടില്ലേ? dt യിലേ കിടക്കണേ. തന്നെ ഇൻ്റഗ്രേഷൻ നടത്തും, y = t + c കിട്ടും. y = t + c. അപ്പോൾ t എന്താണോ അടിച്ചേക്കണം അതാണ് കൊടുത്താൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ എഴുതിയാൽ പോരെ. എൻ്റെ സൈഡ് ഇൻ്റഗ്രേഷൻ നടത്തി. ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു, പക്ഷെ ഇത്രയും ടൈമൊക്കെ കാണുമ്പോഴേ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുള്ളൂ. പക്ഷെ ട്രിക്കി ആയിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട മോഡലല്ലേ. sin 2x വരെ എന്തെഴുതും? 2 sin x cos x എഴുതും. 2 sin x cos x അല്ലേ, ബൈ sin x. sin കട്ട് 2 cos വരും. 2 cosൻ്റെ ഇൻ്റഗ്രൽ 2 sin x + c കിട്ടും. 2 sin x + c എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. 2 cos x-ൻ്റെ ഇൻ്റഗ്രൽ 2 sin x + c കിട്ടും. അടുത്തത് log 1 + x. ഇത് ഡയറക്റ്റ് അല്ലേ, അതായത് ഇതിന് t എന്ന് കൊടുക്കുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ കിടക്കണേ. അതായത് log 1 + x ഇൻറ്റു 1/1 + x dx. അതായത് ഈ ഫംഗ്ഷന് കംപ്ലീറ്റ് നമ്മൾ t എന്ന് കൊടുക്കുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് കിടക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, t raised to n + 1/n + 1, f of x raised to n + 1/n + 1. അപ്പോൾ log 1 + x whole raised to 1 + 1/1 + 1. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാമല്ലോ, log 1 + x ² അതല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്തോളൂ. ഫോർമുല മീൻസ് നിങ്ങൾ log 1 + x-ന് t എന്ന് കൊടുത്തിട്ട് ചെയ്തോളൂ. ഞാനിപ്പോൾ അത്ര സ്റ്റെപ്പ് ചെയ്തില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, അത് നമ്മൾ sin θയ്ക്ക് പകരം t കൊടുത്താൽ പോരെ.
ടി ഈക്വൽ ടു സൈൻ തീറ്റ കൊടുക്കുന്നു. അപ്പോൾ അതിന് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടല്ലോ കോസ് തീറ്റ ഡി തീറ്റ. അപ്പോൾ 1/√2 സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡി ടി വരും അല്ലേ. സൈൻ തീറ്റ ഡെറിവേറ്റീവിന് ഇത് പിന്നെ ഫോർമുല ഇച്ചിരി ലെങ്തി ആയിരുന്നു മാത്രം. 1/a² മൈനസ് x². ഫോർമുല എന്തായിരുന്നു? 1/a² മൈനസ് x². 1/2a ലോഗ് മോഡ് a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ് പ്ലസ് സി. 1/2a ലോഗ് മോഡ് a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ് പ്ലസ് സി. ഡയറക്റ്റ് ഓപ്ഷൻ 5 കിട്ടും. നെക്സ്റ്റ് ഇത് ഇൻവേഴ്സിലെ പ്രോപ്പർട്ടി വിച്ച് ഇസ് ഈക്വൽ ടു π/2. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 ആണ്. സോ π/2ന്റെ ഇന്റഗ്രൽ π/2x പ്ലസ് സി കിട്ടും. ഓപ്ഷൻ 4 ഡയറക്റ്റ് ഫോർമുല. ഇത് വീണ്ടും ഡയറക്റ്റ്, അതായത് ഈ ഫംഗ്ഷൻ f of x ആയിട്ട് എടുക്കുന്നു. e⁻x ഇൻറ്റു 1/1 പ്ലസ് എക്സ് എന്നുള്ളത് ഫംഗ്ഷൻ പ്ലസ് ഇത് f'(x) ഏത് -1/1 പ്ലസ് എക്സ് ദി ഹോൾ സ്ക്വയർ dx ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ മതി? e⁻x ഇൻറ്റു ഫംഗ്ഷൻ എഴുതിയാൽ മതി. e⁻x ഇൻറ്റു 1/1 പ്ലസ് എക്സ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. e⁻x ഇൻറ്റു 1/1 പ്ലസ് എക്സ്. e⁻x ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ഒന്നുകിൽ സൈനിലേക്ക് മാറ്റും, സൈനിലേക്ക് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ കോസിലേക്ക്. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം എനിക്ക്, അതായത് ബൈ കോസ് റൈസ് ടു 4/3 എക്സ് ഇൻറ്റു കോസ് റൈസ് ടു 4/3 എക്സ്. കോസ് റേസ് ടു 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ സൈൻ റേസ് ടു 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. എന്ത് ചെയ്താലും കുഴപ്പമില്ല. കോസ് ആണ് ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാവും അറിയട്ടെ. ബൈ ഇത് ടാൻ ആവും, സംശയമില്ലല്ലോ. എനിക്ക് ടാനിന് ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണി അത്രേ ഉള്ളൂ. കോസ് റേസ് ടു 2/3 ഇൻറ്റു കോസ് റേസ് ടു 4/3. അപ്പോൾ പവറുകൾ a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m പ്ലസ് n വരും. അപ്പോൾ 6/3 2 കിട്ടും. അപ്പോൾ ഈ ടൈം ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. ഇനി ഓക്കെ ആയല്ലോ. 1/cos സ്ക്വയർ സീക്ക് സ്ക്വയർ ആവും. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ റൈസ് ടു 4/3 എക്സ് ഡി എക്സ് വരും. ടാനിന് ടി കൊടുത്താൽ മതി. ടി ഈസ് ഈക്വൽ ടു ടാൻ എക്സ്. ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ 1/t⁻⁴/3 ഡി ടി വരും, വിച്ച് ഈസ് ഈക്വൽ ടു t⁻⁻⁴/3 ഡി ടി വരും. -4/3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -1/3 വരില്ലേ. t⁻⁻⁴/3 ബൈ -1/3 പ്ലസ് സി വരും. സോ ആൻസർ ബിക്കം -3/t⁻⁴/1/3 പ്ലസ് സി എന്ന് വരും. അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ 4th ഓപ്ഷൻ കിട്ടും. താഴേക്ക് കൊണ്ടിരണമെന്നില്ലാന്ന്. -3 ഇൻറ്റു t⁻⁻⁻1/3 പ്ലസ് സി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഡയറക്റ്റ് ആൻസർ ഉണ്ട്. ദാറ്റ്സ് 4th ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഒന്നുകിൽ ഇതിനകത്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. സോറി, ടി ഈക്വൽ ടു 1 - x കൊടുത്താൽ മതി. അപ്പോൾ ഡി ടി എന്ന് പറയുമ്പോൾ -dx വരും. ഇനി ഇൻ്റഗ്രൽ ഈ എക്സ് പുറത്തേക്ക് വന്നാൽ എക്സ് ഈക്വൽ ടു 1 - t വരും. ഇൻറ്റു t⁻10 വരും. ഇൻറ്റു -dt വരും. കംപ്ലീറ്റ് ടി ആക്കി ശ്രദ്ധിച്ചോളൂ. ടിക്ക് പകരം 1 - x, അപ്പോൾ എക്സിന് പകരം 1 - t, ഡി ടിക്ക് പകരം ഡി എക്സിന് പകരം -dt. ഇനി ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ t-1 ഇൻറ്റു t⁻10 ഡി ടി എന്ന് വരും. ഇൻ്റഗ്രൽ ഓഫ് t⁻11 മൈനസ് t⁻10 ഡി ടി വരും, വിച്ച് ഇസ് ഈക്വൽ ടു t⁻12
ബൈ 12 മൈനസ് ടി റേസ് ടു 11 ബൈ 11 പ്ലസ് സി വരും. ടിക്ക് പകരം 1 മൈനസ് എക്സ് കൊടുത്തു. ഫസ്റ്റ് ഓപ്ഷൻ ആണ് നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം നോക്കിക്കോളണം കേട്ടോ. അടുത്തത് ഫോർമുലയല്ലേ അല്ലേ? സൈൻ 3x പകരം 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് 3x പകരം 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് ബൈ കോസ് എക്സ്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ കട്ട് 3 കിട്ടും, 4 സൈൻ സ്ക്വയർ കിട്ടും, മൈനസ് 4 കോസ് സ്ക്വയർ കിട്ടും, മൈനസ് പ്ലസ് ആവും, 3 dx വരും. സി ഇൻ്റഗ്രൽ ഓഫ് 3 പ്ലസ് 3 6 വരും. ഇതിനകത്ത് -4 ഔട്ട് സൈഡ് എടുത്താൽ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 കിട്ടില്ലേ? സോ ഇൻ്റഗ്രൽ ഓഫ് 2 dx എന്ന് വരും. എന്നോട് പറയണോ? ഈ രണ്ട് ടൈമിൽ നിന്ന് -4 ഔട്ട് സൈഡ് എടുത്താൽ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 കിട്ടും. സോ 2 dx. സോ ആൻസർ become 2x plus c. 2x plus c. അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് വരുവാണ്, വേറെ മാർഗമൊന്നുമില്ല, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. √x - 1 ബൈ -2 ബൈ ഡിനോമിനേറ്റർ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി വരുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും കേട്ടോ. ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് √x മൈനസ് √x പ്ലസ് 2 അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x കട്ട് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ √x മൈനസ് √x മൈനസ് 2 dx 1/2 ഇൻറ്റു √xൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് x റേസ് ടു 1/2 പ്ലസ് 1 ബൈ 3/2 മൈനസ് x മൈനസ് 2 റേസ് ടു 3/2 ബൈ 3/2 പ്ലസ് സി വരും. 2 മുകളിലേക്ക് പോയാൽ കട്ടായി പോയിട്ട് 1/3 ഔട്ട് സൈഡ് എടുക്കാം. 1/3 ഔട്ട് സൈഡ് എടുത്ത് x റേസ് ടു 3/2 മൈനസ് x മൈനസ് 2 റേസ് ടു 3/2 ഇത് പുറത്തേക്ക് എടുക്കുന്നു. 3/2 പുറത്തേക്ക് എടുക്കും, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 കട്ട് x റേസ് ടു 3/2 മൈനസ് x/2 റേസ് ടു 3/2 പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യനിൽ സൈൻ 2x എക്സ്പാൻഷൻ കൊടുത്താലോ? ഓപ്ഷൻ എല്ലാം ടാൻ്റെ ടൈമിലാണ് വരുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് ടാൻ കൊണ്ടുവന്ന് സിംപ്ലിഫൈയിലാണ് പറ്റുള്ളൂ. ടാനിന് ടി കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് ആ ഓപ്ഷനിലേക്ക് നോക്കിയത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. കോസ് എക്സ് ഇൻറ്റു 4 സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. 4 സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. വേറെ ചെയ്തില്ല, സൈൻ 2x എക്സ്പാൻഡ് ചെയ്തു. ഓപ്ഷൻ എല്ലാം ടാനിലാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ടാൻ എക്സിന് ടി കൊടുക്കണം. റൂട്ടിനകത്ത് ഒരു ടാൻ എക്സ് വരണമെങ്കിൽ ഒരു കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ റൂട്ടിനകത്താവുമ്പോൾ കോസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുന്നു, ഇൻറ്റു കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോസ് സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേക്കണം, പക്ഷേ റൂട്ടിനകത്താണ്. അപ്പോൾ എഫക്റ്റീവ്ലി കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 4 പുറത്തേക്ക് എടുത്താൽ 1/2 വരും. കോസ് ഇൻറ്റു കോസ് സ്ക്വയർ വരും. ഇവിടെയോ? ഇവിടെ ഒരു കോസും കട്ട് ചെയ്ത് പോയി റൂട്ട് ഓഫ് ടാൻ എക്സ് വരും. ഇപ്പൊ ടി ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുത്താൽ ഡി ടി എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് വരും. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/√t ഡി ടി എന്ന് വരും അല്ലേ? 1/cos സ്ക്വയർ സീക്ക് സ്ക്വയർ ആയി ടി ടി എന്ന് വരും. അപ്പോൾ 1/2 ഇൻറ്റു 1/√tയുടെ ഇൻ്റഗ്രൽ 2√t എന്ന് വേണമെങ്കിൽ എഴുതാം, പ്ലസ് സി 2 കട്ട്. അപ്പോൾ റൂട്ട് ടാൻ എക്സ് പ്ലസ് സി സെക്കൻഡ് ഓപ്ഷൻ. അതായത് ഞാൻ പറയുന്നത് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ 1/2 റൂട്ട് എക്സിൻ്റെ അല്ലെങ്കിൽ 1/√x ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഈ 2 പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി.
അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ എഴുതാം, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഈ 1/2 അകത്തിട്ടാലും കുഴപ്പമില്ല. ഈ 1/2 അകത്തിട്ട് കഴിഞ്ഞാൽ 1/2 റൂട്ട് എക്സിൻ്റെ ഇത് ഡെറിവേറ്റീവ് ആണ്. അപ്പം ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ റൂട്ട് എക്സ് അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ e⁻⁻1/2 എന്ന് എഴുതിയിട്ട് ചെയ്തോളൂ. എങ്ങനെയായാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അടുത്തത് f'(x) തന്നിട്ടുണ്ട്. ഇപ്പം ഇൻ്റഗ്രേഷൻ നടത്താം. f(x) കിട്ടൂലോ. f(x) എന്ന് പറയുന്നത് 3x³ മൈനസ് x⁻³ വരും. x⁻³ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 2 × x⁻² വരും പ്ലസ് c. അപ്പോൾ f(x) എന്ന് പറയുന്നത് x³ പ്ലസ് 1/x² എന്ന് വരും. മൈനസ് മൈനസ് പ്ലസ് വരും പ്ലസ് c. f(1) 0 ആണ്. എക്സിന് 1 കൊടുത്താൽ 0 കിട്ടുന്നു. എക്സിന് 1 കൊടുത്തോളൂ. അപ്പോൾ 0 = 1 + 1 + c കിട്ടും. c = -2 എന്ന് കിട്ടും. c = -2 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 4th മാർക്ക് ചെയ്യാലോ. c = -2, 4th ഓപ്ഷൻ. തന്നെ അടുത്ത ക്വസ്റ്റ്യൻ log x-ന് t എന്ന് കൊടുത്താൽ മതി. ടു ദ ബേസ് t ആട്ടോ, അവരത് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. t = log x ടു ദ ബേസ് e വരും. ഈ പുറത്തേക്ക് വന്നാൽ e⁻t = x കിട്ടും. അപ്പോൾ ഡിഫറൻസിയേഷൻ നടത്തിയാൽ e⁻t dt = dx എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ഇത് 1/t വരും, മൈനസ് 1/t² വരും. ഇൻറ്റു dx-ന് പകരം e⁻t dt വരും. സോ ദ ആൻസർ ഈസ് ഇൻ്റഗ്രൽ e⁻t ഇൻറ്റു 1/t പ്ലസ് മൈനസ് 1/t² dt. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിന് പകരം t കൊടുത്തു. അപ്പോൾ എക്സ് ലോഗരിതം ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ലോഗരിതം മുമ്പ് എക്സ് ഈ പുറത്തേക്ക് വരുന്നു. e⁻t = x വരും. രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ നടത്തി e⁻t dt = dx എന്ന് കിട്ടി. അപ്പോൾ e⁻t dt പകരം dx കൊടുത്തു. അപ്പോൾ എങ്ങനെ കിട്ടി? e⁻ ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് എന്നുള്ള ഫോം വന്നു. e⁻ ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് എന്നുള്ള ഫോം വന്നു. ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? e⁻t × 1/t പ്ലസ് c കിട്ടി. e⁻t × 1/t പ്ലസ് c കിട്ടി. അപ്പോൾ മനസ്സിലായില്ലേ? e⁻tക്ക് പകരം x കൊടുത്തു, tക്ക് പകരം log x കൊടുത്തു, പ്ലസ് c. അപ്പോൾ x/log x പ്ലസ് c കിട്ടും. x/log x പ്ലസ് c കിട്ടും. ഫോർത്ത് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. റൂട്ട് ഓഫ് എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യും? പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റും. x+1² പ്ലസ് 1 dx വരില്ലേ അല്ലേ. റൂട്ട് ഓഫ് x² പ്ലസ് a², റൂട്ട് ഓഫ് x² പ്ലസ് a² അല്ല പ്ലസ് 2 അല്ലേ വരിക. പ്ലസ് 2 എന്ന് പറയുമ്പോൾ √2², റൂട്ട് ഓഫ് x² പ്ലസ് a². അപ്പോൾ ഫോർമുല എന്തായിരുന്നു? ഈ ഫോർമുല ഇച്ചിരി ലെങ്തി ഫോർമുലയാണ്, പഠിച്ചിട്ടുള്ളവർ ചെയ്യുക. x/2, x എന്ന് പറയുമ്പോൾ ഇവിടെ x+1 ആണ്. x+1 ഞാൻ താഴെ എഴുതാം. x/2 അവിടെ x+1/2 ഇൻറ്റു ക്വസ്റ്റ്യൻ എഴുതുക. x/2 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. അപ്പോൾ x+1² പ്ലസ് √2² പ്ലസ് a²/2. a² എന്ന് പറയുമ്പോൾ 2 ആണ്. 2/2 ലോഗ് മോഡ് ക്വസ്റ്റ്യൻ എഴുതുക. അതായത് 1/√t പഠിക്കുന്ന ഫോമിൽ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. x/2 ഇൻറ്റു ക്വസ്റ്റ്യൻ പ്ലസ് a²/2 ഇൻറ്റു ലോഗ് മോഡ് പ്ലസ് c. ഇറ്റ്സ് ബിക്കം x+1/2 ഇൻറ്റു റൂട്ട് ഓഫ് ഇത് അങ്ങനെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x² പ്ലസ് 2x പ്ലസ് 3 വരും പ്ലസ് ഇത് ലോഗ് ഓഫ് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് x² പ്ലസ് 2x പ്ലസ് 3 വരും പ്ലസ് c വരും. ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ ഏത് ഓപ്ഷൻ കിട്ടുമെന്ന് നോക്കി. x+1/2 ഇൻറ്റു SSS. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി. എന്താ മിസ്റ്റേക്ക്? ലോഗ് മോഡ്
എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് ഫോർത്ത് ഓപ്ഷൻ. അങ്ങനെ ആൻസറിലേക്ക് എത്താം. ഇൻഡെഫിനിറ്റിൽ ചില ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, ചില ക്വസ്റ്റ്യനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. NCERT പഠിച്ചാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. പിന്നെ കുറേ എക്സ്ട്രാ കൂടെ പ്രാക്ടീസ് ചെയ്യണം. ചില ക്വസ്റ്റ്യനൊക്കെ ഞാൻ NCERT പാറ്റേണിലല്ല ചെയ്ത്, ചെറിയ വ്യത്യാസപ്പെടുത്തിയൊക്കെയാണ് ചെയ്തത്. എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. എന്നിട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ഇട്ടാൽ മതി, പറഞ്ഞുതരാം. അപ്പം ഞാൻ ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചിലപ്പോൾ വേറെ മെത്തേഡുകളിലൊക്കെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ വെച്ചങ്ങ് ചെയ്തു പോകുന്നേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഓപ്ഷനിൽ നോക്കിയിട്ടൊക്കെ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് നമ്മുടേതായ രീതിയിൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടേതായ രീതിയിൽ മാറ്റം വരും. അപ്പോൾ ഓക്കെ, ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ചെയ്തത്. അടുത്ത ദിവസം വേറെ ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.